വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ അതായത് ഡിഗ്രി ലെവലിൽ നടക്കുന്ന പ്രാഥമിക പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് ഫസ്റ്റ് ഫേസിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൻ്റെ വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മെയ് 2 നടക്കാൻ പോകുന്ന പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് വന്നിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും വന്നു, ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിരുദ തല പ്രാഥമിക പരീക്ഷ അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് വന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ്? ഭയങ്കര ക്ലോസ് ആയിട്ടല്ലേ പരീക്ഷ നടക്കാൻ പോകുന്നത്. മെയ് 2 ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം ബാക്കിയുള്ളൂ. അപ്പോൾ മാക്സിമം എഫേർട്ടോടെ തന്നെ ഇനി പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടം മെയ് 2 നടക്കാൻ പോകുന്നത്. സോ മെയ് 2 ഫസ്റ്റ് ഫേസ് ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് ആദ്യത്തെ ഘട്ടം നടക്കാൻ പോകുന്നത്. അതായത് 3 ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. ആദ്യത്തെ ഘട്ടമാണ് മെയ് 2 നടക്കാൻ പോകുന്നത്. അതിൻ്റെയാണ് നമ്മൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് റിലീസായിട്ടുള്ളതും റിലീസായിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇപ്പോൾ കുറച്ചുകൂടെ റിലീസ് ആയിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇന്ന്. അതേപോലെ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റാണ് പ്രൊഫൈലിൽ ഇപ്പം ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പോയി നമുക്ക് പ്രൊഫൈൽ നമ്മുടെ കേരള PSCയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അത് നമ്മുടെ PSCയുടെ ഹോൾ ടിക്കറ്റ് അഡ്മിഷൻ ടിക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. എന്തിൻ്റെ? മെയ് 2 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ടോട്ടൽ 1,82,022 പേരാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പോൾ 1,85,022 ആൾക്കാർ 1,85,022 പേരാണ് ഫസ്റ്റ് ഘട്ടത്തിൽ അതായത് മെയ് 2 പരീക്ഷ എഴുതാൻ പോകുന്നത്. അതേപോലെ രണ്ടാം ഘട്ട പരീക്ഷ എപ്പോഴായിരിക്കും? അപ്പം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഘട്ടം പരീക്ഷ മെയ് 2 അപ്പം രണ്ടാം ഘട്ടം പരീക്ഷ മെയ് 16 നടക്കാൻ പോകുന്നത്. അതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് എപ്പോഴാണ് വരിക? മെയ് 2. അതായത് നമ്മുടെ ഫസ്റ്റ് ഘട്ടം ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നത് മെയ് 2 അന്നാണ് മെയ് 16 അഡ്മിഷൻ ടിക്കറ്റും റിലീസ് ആവുണ്ടാവുക. അവസാന ഘട്ടം എന്നാണ്? ജൂൺ 6 വരാൻ പോകുന്നത്. അതിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് മെയ് 23 മുതലായിരിക്കും പ്രൊഫൈലിൽ ലഭ്യമായിട്ട് വരുന്നത്. അപ്പോൾ മെയ് 2 പിന്നെ മെയ് 16 അതേപോലെ തന്നെ പിന്നെ ജൂൺ 6 അപ്പം നമ്മളുടെ 2 നടക്കാൻ പോകുന്നതിൻ്റെ എക്സാമിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി. അതേപോലെ പിന്നെ മെയ് 16 നടക്കേണ്ടതിൻ്റെ മെയ് 2 വരും. അതേപോലെ ജൂൺ 6 നടക്കേണ്ട എക്സാമിൻ്റെ മെയ് 23 നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതേപോലെ 1,85,021 പേരാണ് മൂന്നാം ഘട്ടത്തിൽ പരീക്ഷ സൗകര്യം ഒരുക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എത്ര ആൾക്കാരാണ്? 1,85,021 പേരാണ് മൂന്നാം ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇതുകൂടി കഴിഞ്ഞ ശേഷമായിരിക്കും മാർക്ക് സമീകരണത്തിനുള്ള, അതായത് മാർക്ക് റാഷണലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ 3 പരീക്ഷകളും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും PSC ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. മാർക്സ് ഓരോന്നിനും ഓരോ പരീക്ഷയ്ക്കും ഓരോ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയും ഓരോ ലെവൽ ഓഫ് ഈസി എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും മാർക്സ് അതനുസരിച്ചിട്ടായിരിക്കും റാഷണലൈസ് ചെയ്ത് ചെയ്യാൻ വരുന്നത്. മാർക്സ് ചെയ്യുന്നത്? സമീകരണത്തിനുള്ള ഓരോ എഫേർട്ടും അത് കഴിഞ്ഞിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. ആൻഡ് 21 കാറ്റഗറി നമ്പറുകളിലുള്ള 13 തസ്തികകളായി 26.77 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 21 കാറ്റഗറി നമ്പറിൽ പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 13 തസ്തികകളായി 26.77 ലാക്ക് 26.77 ലക്ഷം അപേക്ഷകളാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കാം. അതിൻ്റെ അകത്ത് 6 ലക്ഷത്തോളം പേരാണ് പൊതു അപേക്ഷകരായിട്ടുള്ളത്. 6 ലക്ഷം പേരാണ്. പക്ഷെ കൺഫർമേഷൻ കൊടുത്തത് ആരൊക്കെയാണ്? ഉറപ്പ് നൽകിയത് എത്ര ആൾക്കാരാണ്? 5.55 ലക്ഷം ആൾക്കാരാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോൾ 5.55 ലക്ഷം പേരായിരിക്കും എക്സാം എഴുതാൻ വരുന്നത്. അവരെ 3 തിരിച്ചിട്ടാണ് പ്രാഥമിക പരീക്ഷ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5.55 ലക്ഷം ആൾക്കാരെ നമ്മൾ 3 തിരിച്ചിട്ട് 3 ഘട്ടത്തിലായിട്ടാണ് ഈ പരീക്ഷ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് കാരണമാണ് 3 ഫേസ് ആയിട്ട് നടത്തുന്നത്. അതിൻ്റെ ആദ്യത്തെ ഫേസ് മെയ് 2, രണ്ടാമത്തെ ഫേസ് മെയ് 16, മൂന്നാമത്തെ ഫേസ് ജൂൺ 6 ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ
ഓരോ ഘട്ടത്തിലും എത്ര ഇപ്പം 5.55 ലക്ഷം ആൾക്കാരുണ്ടല്ലോ, ഒരു 1.85 ലക്ഷം ആൾക്കാരായിരിക്കും ഓരോ ഘട്ടത്തിലും ഓൾമോസ്റ്റ് ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നത്. കുറച്ച് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, പക്ഷെ ജനറലി ഒരു 1.85, അതായത് 1,85,000 റേഞ്ചിലായിരിക്കും ജനറലി ഒരു ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നത്. ശനിയാഴ്ചകളിലാണ് പരീക്ഷ നടത്തുക. സോ ശനിയാഴ്ച ആയിരിക്കും നിങ്ങളുടെ പരീക്ഷ വരിക. മെയ് 2 ശനിയാഴ്ച ആയിരിക്കും പരീക്ഷ വരിക. ടൈമിംഗ് നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ ആയിരിക്കും പരീക്ഷയുടെ സമയം ഉണ്ടാവുക. അപ്പോൾ 1:30 മുതൽ 3:05 വരെ ആയിരിക്കും ശനിയാഴ്ചകളിലായിരിക്കും നിങ്ങളുടെ ഈ പരീക്ഷ, ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷ നടക്കാൻ പോകുന്നത്. അതേപോലെ 1.25 മണിക്കൂറാണ് നിങ്ങൾക്ക് സമയം കിട്ടുക പരീക്ഷയ്ക്ക് വേണ്ടി. 100 ചോദ്യങ്ങൾ ആയിരിക്കും നിങ്ങൾക്ക്, അതിൻ്റെ 100 ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോൾ 1.25 മണിക്കൂറാണ് നിങ്ങൾക്ക് സമയമുള്ളത് എക്സാമിന് വേണ്ടി. ശനിയാഴ്ച നടക്കുന്ന എക്സാം ആയിരിക്കും. 100 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എഴുതാനുണ്ടാവുക. 4 ഭാഗങ്ങളായാണ് ഈ പരീക്ഷേനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യ 2 ഭാഗത്തിലും ചോദ്യം എന്തിലൊക്കെ ആയിരിക്കും? ഇംഗ്ലീഷിലുണ്ടാവും, മലയാളത്തിലുണ്ടാവും, തമിഴിലുണ്ടാവും, കന്നഡയിലും ഉണ്ടാവും. പിന്നെ പക്ഷെ 3-ാം ഭാഗം ഇംഗ്ലീഷിലായിരിക്കും. കാരണം ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനത്തെ ഓരോ കാര്യങ്ങളായിരിക്കും 3-ാം ഭാഗത്തിലുള്ളത്. 4-ാം ഭാഗത്തിൽ നമ്മളുടെ ഏതാണോ മാതൃഭാഷ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. നമ്മൾ മലയാളം എടുക്കുമ്പോൾ മലയാളത്തിനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും, തമിഴാണെങ്കിൽ തമിഴിനെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 ഭാഗങ്ങളുടെ ചോദ്യം പല ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്. 3-ാമത്തെ ഭാഗം മൊത്തം ഇംഗ്ലീഷിലായിരിക്കും. 4-ാമത്തെ ഭാഗം നമ്മളുടെ ഏതാണോ മാതൃഭാഷ, ഇപ്പം മലയാളം ആണെന്നുണ്ടെങ്കിൽ മലയാളത്തിനെ കുറിച്ചായിരിക്കും. അപ്പം അങ്ങനെയാണ് 4ആയിട്ട് നമ്മളുടെ എക്സാം ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റ് വന്നു അല്ലേ? അപ്പോൾ എക്സാം ഭയങ്കരമായിട്ട് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മെയ് 2 അല്ലെങ്കിൽ മെയ് 2 വന്നിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പ്രിപ്പറേഷൻ ടൈം ഭയങ്കര കുറവാണ്. ഇനി കുറച്ച് കാലം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പ്രയോറിറ്റി ടോപ്പിക്സ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മികച്ച പഠനം മിനിറ്റിനൊപ്പം താങ്ക് യു സോ മച്ച്.